ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുകയുണ്ടായി. ഒത്തിരി കുട്ടികളും യൂട്യൂബ് ചാനലുകൾ തുടങ്ങി. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടി യൂട്യൂബറാണ് കുട്ടി ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി. അവൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഭയങ്കര വൈറലാണ്. മുഖ്യമന്ത്രി വരെ വിളിച്ച് അവനെ അഭിനന്ദിച്ചു. നിന്റെ ഈ യൂട്യൂബ് തുടർന്നു കൊണ്ടുപോകുവാനായിട്ടും വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാനായിട്ടും എല്ലാവിധ ആശംസകളും കൊടുത്തു. ഈ അടുത്ത നാളിൽ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന പ്രശസ്തനായ മജീഷ്യനുമായിട്ട് ഈ കുട്ടിശങ്കരൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് കുട്ടിശങ്കരൻ ചോദിച്ചു, മാജിക് അങ്കിളെ എനിക്ക് വേണ്ടി ഒരു മാജിക്ക് കാണിച്ചു തരാമോ? അപ്പം ഗോപിനാഥ് മുതുകാട് അവനോട് ചോദിച്ചു, എന്താടാ കുട്ടിശങ്കര, നിനക്ക് എന്ത് മാജിക്കാണ് കാണിച്ചു തരേണ്ടത്? അങ്കിളെ ഞങ്ങൾക്ക് ഈ സ്കൂള് എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു തരാമോ എന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ വളരെ വിഷമിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ച് മടുത്തു. എല്ലാവർക്കും ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ മാറ്റം ആവശ്യമാണ്. എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഈ കുഞ്ഞു മനസ്സിൽ ഇപ്രകാരം ഒരു ചോദ്യം ഉയർന്നു വന്നത്, മാജിക് അങ്കിളെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സ്കൂള് ഒന്ന് തുറന്നു തരാമോ എന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, യോഹന്നാനെ നമ്മൾ കാണുന്നു. കർത്താവിന് വഴിയൊരുക്കുവാനായിട്ട് വന്ന യോഹന്നാൻ, അവൻ പറയുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് മാനസാന്തരം? മനസ്സിന്റെ അന്തരമാണ് മാനസാന്തരം. മനസ്സിന് നമ്മൾ വ്യത്യാസം വരുത്തുക. എന്ത് അവസ്ഥയിൽ ഞാൻ ഇന്നുവരെ ആയിരുന്നോ അതിൽ നിന്ന് മാറി പുതിയ ഒരു വ്യക്തിയാകുവാനായിട്ട് വിശുദ്ധ യോഹന്നാനിലൂടെ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നാം ഇത് ചെയ്യുക? അതിനൊരു കാരണമുണ്ട്. 25-ാം തീയതി ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നു. കർത്താവിനെ വരവേൽക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മനസ്സോടുകൂടി ജീവിതത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് നല്ല മനുഷ്യനായി അവിടുത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മളിൽ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് സുവിശേഷത്തിലൂടെ സുവിശേഷകന്മാര് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതാണ് യോഹന്നാൻ നമ്മോട് പറയുക, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എൻ്റെ പുറകെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. നിങ്ങളെല്ലാവരും ഒരുങ്ങിയിരിക്കുവിൻ എന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ഈ തവണത്തെ ക്രിസ്മസ് മറ്റ് വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് എങ്ങനെ ആഘോഷിക്കുവാനായിട്ട് സാധിക്കും? കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ടത്? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണിത്. ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു നല്ല പുൽക്കൂടൊരുക്കി, യോഹന്നാൻ പറഞ്ഞതുപോലെ മനസ്സിന്റെ അന്തരം വരുത്തി, മാനസാന്തരം വരുത്തി കർത്താവിനെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കുവാനായിട്ടും ഈ ഒരു ക്രിസ്മസ് ആഘോഷം വളരെ അർത്ഥവത്തായിട്ട് തീരുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും വളരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.